സംസ്ഥാനം കടുത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ആശ്വാസമായി മഴയെത്തുന്നു. ബുധനാഴ്ച 4 ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആശ്വാസം. ചൂടേറ്റ് വെന്തുരുകുന്ന കേരളത്തിന് ഇനി പെരുമഴ ലഭിക്കും. കടുത്ത ചൂടിൽ നിന്ന് ആശ്വാസമാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതെ, കടുത്ത ചൂടിൽ നിന്ന് വെന്തുരുകുമ്പോൾ ആശ്വാസമായാണ് മഴയെത്തുന്നത്. ബുധനാഴ്ച 4 ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്ന് പറയുന്നത്. ഇത്തവണ ശക്തമായി തന്നെ വേനൽ മഴ പ്രതീക്ഷിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ഈ സീസണിലെ ഏറ്റവും മെച്ചപ്പെട്ട മഴ ദിവസങ്ങളായിരിക്കും ഇനി വരുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. മറ്റന്നാൾ മുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. എന്നാൽ പല സ്ഥലങ്ങളിലും കടുത്ത ചൂട് തുടരുകയാണ്. ഇന്നും നാളെയും എവിടെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ല എന്നത് ആശ്വാസകരമാണ്. ഈ ദിവസങ്ങളിൽ പാലക്കാട് താപനില 40 ഡിഗ്രി വരെ ഉയരാമെന്നും കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നു. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം. ചൂടുമായി ബന്ധപ്പെട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ഈ ദിവസവും ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം 28 മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ആശ്വാസകരമാണ്. 29-ന് പല ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെല്ലാം ആശ്വാസകരമായ മഴ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അതേസമയം മഴയ്ക്കൊപ്പം ശക്തമായ ഇടിക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.